प्राइम मिनिस्टर की हम बात कर रहा हूँ। अपने मोहन अमित शाह साहब से बात कर रहा हूँ या कोई भी हो उनके यहाँ। और नहीं तो फिर प्राइम मिनिस्टर के हम बात कर रहा हूँ अपने डॉक्टर हिरेन देसाई से। नो आई विल नॉट गो। यू आर गिविंग देम प्रोटेक्शन हियर। Police are there is standing here at the police protection. I will not go from here. If the police itself is breaking the law, who will uphold the law? मोहन अमित शाह साहब से बात करो या कोई भी हो उनके यहाँ। കമ്മീഷണർ ഓഫീസിലേക്കും എല്ലായിടത്തേക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ വിഷയത്തിലേക്ക് ഇടപെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോഴും അവിടെ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തേക്ക് സദാനന്ദപുരത്തേക്ക് ഗവർണർ പോവുകയായിരുന്നു. നിലമേൽ വഴിയായിരുന്നു ഗവർണറുടെ യാത്ര. അപ്പോഴാണ് അവിടെ വെച്ച് SFI പ്രവർത്തകർ ഗോ ബാക്ക് സംഘി ചാൻസലർ എന്ന ബാനർ ഉയർത്തിക്കൊണ്ട് കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. ആദ്യം ഗവർണറുടെ എസ്കോർട്ട് വാഹനങ്ങൾ 2 എസ്കോർട്ട് വാഹനങ്ങൾ മുന്നോട്ട് പോയെങ്കിലും ഗവർണറുടെ വാഹനം പെട്ടെന്ന് നിർത്തുകയായിരുന്നു. പോലീസ് പോലും പ്രതീക്ഷിക്കാത്തൊരു ഒരു കാര്യമായിരുന്നു അത്. പെട്ടെന്ന് ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും കൂടെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവരെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഗവർണർ ആ പ്രതിഷേധക്കാർക്ക് നേരെ എന്താണ് ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയത്. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ എപ്പോഴത്തേക്ക് അവിടേക്ക് എത്തും? കണ്ണൻ, ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റുള്ള സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. ഞാനിപ്പോൾ ഓയൂർ പിന്നിട്ട് നിലമേലിലേക്കുള്ള യാത്രയിലാണ്. പരമാവധി ഒരു 10 മിനിറ്റുള്ള അവിടേക്ക് എത്താൻ സാധിക്കും. ആ സംഭവം ഉണ്ടാകുന്നത് 10:45 കൂടിയാണ്. ഗവർണർ തിരുവനന്തപുരത്ത് നിന്ന് സദാനന്ദപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു. സാധാരണ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ CPM ഇടത് പക്ഷ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ കരിങ്കൊടി സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SP അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തെ അതിർത്തിയിൽ നിന്ന് സ്വീകരിച്ച് മുന്നോട്ട് വരികയായിരുന്നു. ആ സമയത്താണ് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുന്നത്. ഗവർണറുടെ വാഹനം അകമ്പടി പോയ 2 വാഹനങ്ങൾ മുന്നോട്ട് പോയി. തൊട്ടു പിന്നാലെ ഈ കരിങ്കൊടി കണ്ടതുകൊണ്ട് ഗവർണർ വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ആ വാഹനം നിർത്തിയതിന് തൊട്ടു പിന്നാലെ ഗവർണർ ദേഷ്യത്തോടുകൂടി ആ സ്വന്തം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയിറങ്ങുന്നു. തൊട്ടു പിന്നാലെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർക്കോ ADC അടക്കമുള്ള ആൾക്കാർക്കോ മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഈ പ്രതിഷേധിക്കാനെത്തിയ SFIക്കാർക്ക് മുന്നിലേക്ക് എത്തുകയും നിങ്ങൾ മുന്നോട്ട് വരൂ, ഞാനും തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ഗവർണറെയാണ് കാണാൻ സാധിച്ചത്. തൊട്ടു പിന്നാലെ SP അടക്കമുള്ള ആൾക്കാർ ഓടിയെത്തി ഗവർണറെ അന്വയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. എന്നാൽ ആ ശ്രമം ഒരു തരത്തിലും വിജയിച്ചില്ല. ആ സമയത്ത് കൊല്ലം റൂറൽ SPയോട് ഗവർണർ തട്ടിക്കയറുകയാണ് ഉണ്ടായത്. ഗവർണർ പറഞ്ഞത് നിങ്ങളാണ് യഥാർത്ഥ പ്രതികൾ, നിങ്ങൾ ഈ പ്രതിഷേധക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്, അവർക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർത്താൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത്, അല്ലാതെ തനിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയല്ല വന്നതെന്നുള്ള രൂക്ഷമായ പ്രതികരണമുണ്ടായി. ആ സമയത്ത് SP അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തോടൊപ്പം ഗവർണർക്കൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിട്ടുള്ള ഹരിയസ് കർത്തെ അടക്കമുള്ള ആൾക്കാർ അന്വയിപ്പിച്ച് അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി സദാനന്ദപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. എന്നാൽ ആ ശ്രമം ഗവർണർ ഇപ്പോഴും സ്ഥിതി നിലവിൽ തുടരുകയാണ്. നിലവിൽ സമീപത്തെ ഒരു ചായക്കടയിലേക്ക് എത്തി അവിടെ അദ്ദേഹം ഇരിക്കുകയാണ്. ഒരു കസേരയിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് വെള്ളം കുടിച്ച് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ SFI പ്രവർത്തകർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം, അവർക്കെതിരെ കേസെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം. അതുതന്നെ എന്തായാലും അമിത്ഷായെ വിളിക്കൂ, PM ഓഫീസിലേക്ക് വിളിക്കൂ എന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ADCയോടും അംഗരക്ഷകരോടും ആവശ്യപ്പെട്ടത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. SFI ഉയർത്തിയ ബാനറും നമുക്ക് കാണാം. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കം ഹിയർ. സംഗീത് ചാൻസലർ ഗോ ബാക്ക് എന്ന ബാനർ ഉയർത്തിയാണ് SFIയുടെ പ്രതിഷേധം ഉണ്ടായത്. അപ്രതീക്ഷിതമായ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നിലമേലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്.
പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞുവെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പോലീസ് വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഗവർണറോട് സംസാരിക്കാൻ പോലും. പോലീസ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആക്രോശിക്കുന്ന ആ രീതിയിൽ മറുപടി പറയുന്ന ആ രീതിയിൽ ചോദ്യം ചോദിക്കുന്ന ഗവർണറെയാണ്. നോക്കൂ, ആ ദൃശ്യങ്ങൾ കാണാം. ആ പ്രതിഷേധിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. എന്താണ് ഇങ്ങോട്ട് വരുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിൽ ആരോ ഒരു പ്രതിഷേധക്കാർ ഒരാൾ പറയുന്നുണ്ട്, ഒരു വിദ്യാർത്ഥി പറയുന്നുണ്ട്, can you go back? I won't go back എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്തായാലും ഗവർണർ. ഈ കേൾക്കുന്ന പോലെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് വിളിക്കാനാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. അന്ന് തിരുവനന്തപുരത്ത് SFI പ്രതിഷേധമുണ്ടായ സമയത്തും ഇതേ ആരോപണം തന്നെയായിരുന്നു പോലീസിനെതിരെ ഗവർണർ ഉന്നയിച്ചത്. ഈ പോലീസ് വാഹനത്തിലാണ് പ്രതിഷേധക്കാർ അവിടെ എത്തിയതെന്ന പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നു. ഇന്നും പോലീസാണ് ഈ പ്രതിഷേധിക്കുന്ന കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുന്നത്, അവരെ സംരക്ഷിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് എന്ന ആരോപണമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് നിലമേലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ കുത്തിയിരിക്കുകയാണ് ഈ പ്രതിഷേധിച്ചവർക്കെതിരെ. പ്രതിഷേധിച്ച ആളുകളൊക്കെ പോലീസ് മാറ്റി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനിടയ്ക്കാണ് ഈ കേന്ദ്ര സർക്കാരിനെയൊക്കെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഗവർണറുടെ ശ്രമങ്ങളും നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോട് അമിത്ഷായെ വിളിക്കാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കാനും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. या कोई भी हो उनके यहाँ और नहीं तो फिर प्राइम मिनिस्टर के हम बात करो अपने डॉक्टर हिरेन देसाई से. No, I will not go. You were giving them protection here. Police they were standing here at the police protection. I will not go from here. If the police itself is breaking the law, who will uphold the law? मोहन अमित शाह साहब से बात करा या कोई भी हो उनके यहाँ और नहीं तो फिर प्राइम मिनिस्टर के हम बात करो. No, I will not go. You were giving them protection here. അല്പസമയത്തുള്ള അവിടേക്ക് എത്താൻ സാധിക്കും. ചടയമംഗലം കഴിഞ്ഞ് നിലമേലിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അല്പസമയത്തുള്ള നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടേക്ക് എത്താൻ സാധിക്കും. ഇപ്പോഴും സ്ഥിതി അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഗവർണർ ഇപ്പോഴും പ്രകോപിതനായി അവിടെ തന്നെ തുടരുകയാണ്. കൊല്ലം റൂറൽ എസ്പിയും കൊട്ടാരക്കര DYSP അടക്കമുള്ള ആൾക്കാരുണ്ട്. ഗവർണറുടെ സ്റ്റാഫിൽപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തെ അന്വയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്.